നമസ്കാരം, ഞാൻ ഡോക്ടർ ശിവരാജ്. ഐഷാൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. നമുക്ക് 9-ാം തീയതി ഏകദേശം 7 മണിക്ക് നമുക്ക് ഒരു ആ സമയത്തിലെ തിരക്കുണ്ട ടൈമാണ്. ആ സമയത്ത് നമുക്ക് 2-3 ട്രോമ കേസസ് ഉണ്ടായിരുന്നു. ന്യൂറോളജി കേസ്, ചെസ്റ്റ് പെയിൻ പേഷ്യൻ്റ്, കാർഡിയക് പേഷ്യൻസ് ഉണ്ടായിരുന്നു. അതേ സമയത്തിൽ നമുക്ക് ഒരാൾ ഹോസ്പിറ്റലിൽ എത്തി. നമ്മൾ ആംബുലൻസിൽ കൊണ്ടുവന്ന ആൾക്ക് നോക്കുമ്പോൾ ബലഭാഗത്തിൽ കൈക്കാല് മൂവ്മെൻറ്റ്സ് മൊത്തം ഇല്ലായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് മാക്സിമം ഒരു ചെറിയ ഫിംഗർ മൂവ്മെൻറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മൂപ്പർക്ക് സ്ട്രോക്കാണ് ഉള്ളത്. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ സമയം കളയാത്ത സ്ട്രോക്ക് കോഡ് അനൗൺസ് ചെയ്തിട്ട് വിത്തിൻ 5 മിനിറ്റിൽ നമ്മൾ NIHS സ്കോർ കണ്ടുപിടിച്ച് നോക്കിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പേഷ്യൻ്റ് നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഷിഫ്റ്റ് ആക്കി CT ചെയ്ത് നോക്കി. റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് റേഡിയോളജിസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്പോർട്ട് തന്നു. സ്ട്രോക്കിന് സിംറ്റംസ് തന്നെ റേഡിയോളജി സൈഡ് കൺഫേം ആക്കി. പിന്നെ നമ്മൾ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ രാഘവേന്ദ്ര, പിന്നെ ഇൻഹൗസ് ഫിസിഷ്യൻ ഡോക്ടർ വൈശാഖ് ഡിസ്കസ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ത്രോംബോലൈസിസ് പ്ലാൻ ചെയ്ത് മൂപ്പരാണ് ഐഡിയൽ കാൻഡിഡേറ്റ് ഫോർ ത്രോംബോലൈസിസ്. നമ്മൾ മെഡിക്കൽ ടേമിൽ ത്രോംബോലൈസിസ് പറയാം. ഇങ്ങനെ കണ്ടീഷന് പിന്നെ അവർക്ക് ഉണ്ട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മൾ ബൈസ്റ്റാൻഡർക്ക് സംസാരിച്ചു. ഇനീഷ്യലി അവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അവർ അഗ്രി ആയി. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വിത്തിൻ 15 മിനിറ്റ്സ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് നമ്മൾ സ്ട്രോക്ക് കൊടുക്കാൻ ഇഞ്ചക്ഷൻസ് നമ്മൾ കൊടുത്തു. ത്രോംബോലൈസിസ് ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് 24 hours ഏറ്റവും ക്രൂഷ്യലാണ്. സോ നമ്മൾ അവർക്ക് ICUയിൽ അഡ്മിറ്റ് ആക്കിയിട്ട് പ്രോപ്പറായിട്ട് ന്യൂറോ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്, ന്യൂറോ ക്രിട്ടിക്കൽ കെയർ വിത്ത് ഹെൽപ്പ് ഓഫ് ഡോക്ടർ ബഷീർ നമ്മൾ 24 hours അവർക്ക് ഏറ്റവും ദി ബെസ്റ്റ് കട്ടിംഗ് എഡ്ജ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ദി ബെസ്റ്റ് ന്യൂറോ പ്രൊട്ടക്റ്റീവ് കെയർ കൊടുത്തു. സോ നമ്മൾ ത്രോംബോലൈസിസ് ചെയ്തിട്ട് വിത്തിൻ 3 hours തന്നെ മൂപ്പര് കൈക്കാലും മൂവ്മെന്റ്സ് സ്റ്റാർട്ടായി. സോ അറൌണ്ട് ഒരു 6 to 12 hours ആൾമോസ്റ്റ് കൈ അഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റി ആള് കൈ പൊക്കാൻ തുടങ്ങി. പിന്നെ നൈറ്റിൽ തന്നെ ആള് കാല് മൂവ്മെന്റ്സ് തുടങ്ങി. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ റൗണ്ട്സ് നോക്കുമ്പോൾ ആൾക്ക് ആൾമോസ്റ്റ് പവർ 5/5 ആണ്. നോർമൽ ജോലി ചെയ്യാൻ എന്ത് ആവശ്യമുണ്ട് അത്ര പോലെ ആൾക്ക് പ്രോപ്പർ കയ്യിലെ എനർജി കിട്ടി. പിന്നെ ആള് സ്വന്തമായിട്ട് നടക്കാൻ തുടങ്ങി. ഇതാണ് നമ്മളെ സ്ട്രോക്ക് മാനേജ്മെന്റ് ഐഷാൽ ഹോസ്പിറ്റൽ. പ്രാർത്ഥിച്ചോണ്ട് ഞാൻ ഇറങ്ങിയത്, ആംബുലൻസിൽ കയറിയത്. നടന്നിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്ന പോക്കിലാണ് ഉണ്ടായ സംഭവം. പെട്ടെന്ന് ആയ ശേഷം ഒരു ക്ലിനിക്കിൽ കാണിച്ചു. ക്ലിനിക്കിൽ നിന്ന് ECG എടുത്ത് പെട്ടെന്ന് ഇവിടത്തേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞ് ഈ ഹോസ്പിറ്റലിന്റെ പേരും പറഞ്ഞു. ഇവിടെ തന്നെ പോകണമെന്ന് ആംബുലൻസ് ഡ്രൈവറോടും പറഞ്ഞ് പെട്ടെന്ന് ഇടത്തേക്ക് തന്നെ എത്തിച്ച്. അങ്ങനെ അവിടെ ബൈക്ക് വീണിന് ശേഷം അങ്ങനെ ഞാൻ ഫോണെടുത്ത് വിളിച്ച് വീട്ടിൽ നിന്ന് ആൾ വന്നിട്ട് അങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് നേരെ കോഴിക്കോട് കൊണ്ടുവന്നു. ആർന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അവർ തന്നെ ആംബുലൻസിൽ വിളിച്ചാണ് നേരെ വീട്ടിലേക്ക് വന്നത്. ഇഞ്ചക്ഷൻ ഇത്ര പൈസ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഒന്നിച്ചില്ലവർ വന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് ഏറ്റവും താണവരാണ് ഇവിടെ ഇങ്ങനെ. അപ്പം അവർ പറഞ്ഞ് വേണ്ടുന്ന പോലെ ചെയ്യാന്ന് പറഞ്ഞു. ഡോക്ടർമാരുള്ള എല്ലാവരും സഹകരിച്ചു. ഇവിടെ വന്നിട്ട് ഇഞ്ചക്ഷൻ പറ്റിയ എത്ര ഏത് ടൈമെന്ന് നമുക്കറിയില്ല. ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷം പിറ്റേന്നാണ് നടക്കാൻ ഇത് വരുന്നത്. മാറ്റം വരുന്ന മനസ്സിലാവുന്നു. മാറ്റമുണ്ട്, നല്ലോണം മാറ്റമുണ്ട്. കുറച്ച് ബാത്റൂമിലേക്കെല്ലാം നടന്നു പോകുന്നുണ്ട്. കാണാൻ കഴിയുന്നുണ്ട്. ബാത്റൂമിലും കറണ്ട് തന്നെ പോകുന്നുണ്ട്. ഒന്നും ഒരു വിഷമമില്ല. എത്തിയതിന് ശേഷം കുറച്ച് സമയം, ഒരു രാത്രി കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണുമ്പോൾ എനിക്ക് നല്ല മാറ്റം തോന്നി. നേഴ്സുമാറും എല്ലാറ്റിനും എടുത്തുകൊണ്ട് അങ്ങോട്ടും കൊണ്ട് കൊണ്ടുപോകാനോ കൊണ്ടെടുക്കാനോ എല്ലാം മരുന്ന് മൂത്രം പോയിട്ടാ പറയാം. എല്ലാം പൈപ്പിട്ടെടുക്കുകയും എല്ലാവരും നമുക്ക് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടുകാർ ചെയ്യുന്ന അത്രയും സഹായം തന്നു. ഡോക്ടറെ ഇന്നലെയും ഇന്നും പറഞ്ഞു വേണ്ടുന്ന പോലെ ചെയ്യാന്ന്. നല്ല സുഖമായി. എല്ലാവർക്കും നന്ദി. ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും സാമനത്തിൽ എല്ലാവർക്കും നന്ദി. സോ ഇങ്ങനെ നമുക്ക് ആർക്കെന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് സ്ട്രോക്കിന് സിംറ്റംസ്, നമ്മൾ സ്ട്രോക്കിന് സിംറ്റംസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഫാസ്റ്റ് ആണ് നമ്മൾ ഓർമ്മത്തിൽ വെക്കാണ്. F മീൻസ് ഫേഷ്യൽ ഡീവിയേഷന്, ചുണ്ട് ഒരു സൈഡിൽ പോവുക. പിന്നെ ആം നമ്മൾ ഇങ്ങനെ കൈ പൊക്കി പിടിക്കാനാ പറയണം. ഒരു 10 seconds ആൾക്ക് ഇങ്ങനെ പിടിക്കാനാ ബുദ്ധിമുട്ടുണ്ട്, കൈ ഇങ്ങനെ തന്നെ വീണിട്ടുണ്ടെങ്കിൽ അത് ഒരു സ്ട്രോക്കിന് സിംറ്റംസ് ആണ്. പിന്നെ സ്ലറിംഗ് ഓഫ് സ്പീച്ച്,
ആൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട്, അവർ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അതും ഒരു സ്ട്രോക്കിന്റെ സിംറ്റംസ് ആണ്. ലാസ്റ്റ് ഏറ്റവും ക്രൂഷ്യൽ ആണ് ടൈം. സോ ആൾക്ക് സിംറ്റംസ് തുടങ്ങിയിട്ട് നമുക്ക് ഗൈഡ് ലൈൻസ് വെച്ചിട്ട് വിത്തിൻ 3 hours നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് CT സ്കാൻ ചെയ്തിട്ട് അവർക്ക് കണ്ടുപിടിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് രക്തക്കുഴൽ ബ്ലോക്ക് ഉണ്ട്, എന്തെങ്കിലും സ്ട്രോക്കിന് സിംറ്റംസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ത്രോംബോലൈസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ബട്ട് നിങ്ങൾ സിംറ്റംസ് തുടങ്ങിയിട്ട് ഓക്കെ 3 മണിക്കൂർ ടൈം ഉണ്ട് അങ്ങനെ ആലോചിച്ചിട്ട് ലേറ്റ് ആയിട്ട് വരണല്ല. ഇപ്പോൾ സിംറ്റംസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഉള്ളിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ ഫെസിലിറ്റി ഉണ്ട് ഹോസ്പിറ്റലിൽ പോകണം. വെറുതെ ചെറിയ ക്ലിനിക്കോ വേറെ ഹോസ്പിറ്റലിൽ പോയിട്ട് സമയം കളയാത്ത ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കുറച്ച് വലിയ എമർജൻസി പ്ലസ് ന്യൂറോളജി സ്ട്രോക്ക് യൂണിറ്റ് ഉണ്ട് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ത്രോംബലൈസ് ചെയ്തിട്ട് ആൾക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ആവാൻ സാധ്യതകളാണ്. വിത്തിൻ 24 hours തന്നെ ആൾക്ക് കംപ്ലീറ്റ് ആൾമോസ്റ്റ് പവർ തിരിച്ചു കിട്ടി, കൈക്കാല് അനക്കാൻ തുടങ്ങി, സ്വന്തമായിട്ട് ആള് നടക്കാൻ തുടങ്ങി. സോ നമ്മൾ ഇങ്ങനെ നല്ല ഇമ്പ്രൂവ്മെന്റ് ആൾക്ക് കിട്ടി. സോ പിന്നെ നമ്മൾ 3-4 ദിവസം നമുക്ക് അവർക്ക് പ്രോപ്പർ ഫിസിയോതെറാപ്പി കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് അവർ പണ്ടത്തെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോലെ സ്വന്തമായിട്ട് ഈവൻ ജോലി ചെയ്യാൻ പോലെ കണ്ടീഷൻ ആക്കിയിട്ട് അവർക്ക് നമ്മൾ ഡിസ്ചാർജ് ആക്കി. ഈ കണ്ടീഷൻ നോക്കിയിട്ട് അവരുടെ വൈഫ് പിന്നെ അവരുടെ റിലേറ്റീവ്സ് വളരെ ഹാപ്പിയാണ് നമ്മളെ ട്രീറ്റ്മെന്റ്. അതിൽ ആർക്കെന്തെങ്കിലും ഇങ്ങനെ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മളെ എമർജൻസി നമ്പർ 8787-400-700 വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്തിട്ട് ദി ബെസ്റ്റ് സ്ട്രോക്ക് കെയർ യൂണിറ്റ് നമ്മളെ ഐഷാൽ ഹോസ്പിറ്റൽ അവൈലബിൾ ഉണ്ട്. ദി ബെസ്റ്റ് ട്രീറ്റ്മെന്റ് നമ്മളെ സൈഡ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്.